ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്മൂത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ പഞ്ചസാരയൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് കൊണ്ടാണ് ഞാൻ ഈ സ്മൂത്തി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിന് മുന്നേ നമുക്കിത് കഴിച്ചിട്ട് കിടന്ന് വയർക്ക് നല്ല ഫില്ലായിരിക്കും. പിന്നെ എക്സ്ട്രാ നമ്മൾ ഫുഡൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം ആ ഫ്രൂട്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാമേ. അപ്പം ഇത് ഞാനിപ്പോൾ ഒരു തേനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ലിറ്റർ തികച്ചില്ല അത്രയും പാലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പിസ്തയും നട്ട്സും എടുത്തിട്ടുണ്ട്. പിന്നെയാണ് നമ്മുടെ ആ സ്പെഷ്യൽ ഫ്രൂട്ട് അവക്കാഡോയും പിന്നെ ഒരു പഴവുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് ഞാനിപ്പം പഴം ഒന്ന് തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിപ്പം ഞാൻ പഴം സാധാരണ ചെറുപഴമാണ് ചേർത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ മോറിസ് പഴം റോബസ്റ്റ് പഴം ചേർക്കാം കേട്ടോ. പിന്നെ അവക്കാഡോയുടെ ഈ തൊലി ജസ്റ്റ് ഒന്ന് പൊളിച്ചാൽ മതി, നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിഞ്ഞ് കിട്ടും കേട്ടോ. അല്ലാതെ അല്ലെങ്കിൽ സ്കൂപ്പ് ചെയ്തെടുത്താലും മതി, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അത് എടുക്കാം കേട്ടോ. അത് ഇനിയിപ്പോൾ ഞാൻ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിക്കാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വെച്ചാൽ മതി കേട്ടോ. അത് ചുമ്മാ അതിൽ ഇതിന് വെണ്ണപ്പഴം എന്ന് പറയുന്നത് അത്രയ്ക്കും നല്ല ഡെലിക്കേറ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് ഒരു ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് വാങ്ങുന്നത്, പക്ഷേ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിഞ്ഞ് വന്നാൽ മതി. ഈ ഒരു കണക്കിന് ഞാനിപ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് ചേർക്കാം കേട്ടോ. പിസ്തയും കാഷ്നട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ഇനി ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ഞാനിപ്പം തേന് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ ഒട്ടും ചേർക്കുന്നില്ല. ഇനി ഇതിൻ്റെ പാലിൻ്റെ ഒരു പകുതി ഭാഗം നമുക്കിപ്പോൾ ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു കണക്കിന് നല്ല കട്ടിയിട്ടിരിപ്പുണ്ട്, നല്ല ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബാക്കി പാലൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. ചേർത്ത് ഇനി ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. ഇത് ഓവറായിട്ട് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ബ്ലെൻഡ് അത്രയേ ഉള്ളൂ. നല്ല നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ഗ്ലാസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈക്വൽ പോർഷനായിട്ട് നമുക്കൊന്ന് ഒഴിക്കുക. ഇത്രയും കട്ടി വേണം കേട്ടോ, എങ്കിലേ നമുക്കത് ഇതിപ്പോൾ ആ അവക്കാഡോയുടെ ആ ഫ്ലഷ് കൊണ്ടുള്ളതാണ് കൂടുതലും കേട്ടോ. നമുക്ക് പകുതി അവക്കാഡോ തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയുടെ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ ഇതിൽ കുറച്ച് ഐസ്ക്രീം, ഞാനിപ്പോൾ മാംഗോ ഫ്ലേവറിൻ്റെ ഐസ്ക്രീമാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കൂടെ ഞാൻ ട്യൂട്ടി ഫ്രൂട്ടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചെറിയൊരു ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഐസ്ക്രീം വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഐസ്ക്രീം വെച്ചത്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു സ്മൂത്തിയാണ്. നമുക്ക് വയറൊക്കെ നമ്മൾ നല്ല ഫില്ലാവുന്ന ഒരു സ്മൂത്തിയാണ്. അവക്കാഡോ കൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.